കർമ്മം വൈകാം, പക്ഷെ അതൊരിക്കലും നിഷേധിക്കപ്പെടില്ല. ഈ വാക്കുകൾ പലപ്പോഴും സത്യമായി തെളിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു കേസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 2017 മാർച്ച് മാസം 23 രാത്രി 9 മണിയോടെ ഹനുമത് റാവു നാര എന്നയാൾ USA മേപ്പിൾ സ്റ്റേറ്റിലുള്ള ഫോക്സ്മേഡ് അപ്പാർട്ട്മെന്റിൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിൽ കയറി ഉടൻ തന്നെ എന്തോ ഭയാനകമായി കണ്ടതുപോലെ അയാൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദം കേട്ട് അയൽവാസികളും അവിടെ എത്തി. ആ കാഴ്ച കണ്ടപ്പോൾ അവരും ഞെട്ടിപ്പോയി. ഉടൻ തന്നെ 911 വിളിച്ചു. ഫോണിൽ ഹനുമത് റാവു ഭയത്തോടെ പറഞ്ഞു, രണ്ടുപേരും മുഴുവനും രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. 38 വയസ്സുള്ള ഭാര്യ ശശികല, 6 വയസ്സുകാരനായ മകൻ അനീഷും ജീവനില്ലാതെ കിടക്കുകയാണ്. ഇതിനെ ഡിസ്പാച്ചർ അവനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അവനതിന് മറുപടി നൽകി, അതെ, അവർക്ക് രക്തം വാരുകയാണ്, എനിക്കൊന്നും അറിയില്ല, അവർ ചലിക്കുന്നു പോലും ഇല്ല എന്ന്. എനിക്ക് ഭയമുണ്ട്, ശരിയായി എനിക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല. ഇവിടെ നിന്നാണ് കാര്യങ്ങൾ കുറച്ച് വിചിത്രമാകുന്നത്. ഡിസ്പാച്ചർ കൂടുതൽ വിവരങ്ങൾ ചോദിക്കുമ്പോൾ ചില സമയങ്ങളിൽ അവന്റെ ശബ്ദം വളരെ ശാന്തമായി മാറി. ഓപ്പറേറ്റർ കുറച്ചു സമയം കാത്തിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ശാന്തമായി ശരി എന്ന് മറുപടി നൽകി. ഈ വ്യത്യസ്തമായ പ്രതികരണം അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ അവനെ പ്രധാന പ്രതിയാക്കി മാറ്റി. പക്ഷെ അവനാണോ കൊലയാളി? ഇല്ല. പക്ഷേ അവൻ പൂർണ്ണമായും നിരപരാധിയും അല്ല. ഫോൺ കോളിൽ അവൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ വന്നത്, എനിക്കൊന്നും അറിയില്ല എന്ന്. Came from the office now. 911, where's your emergency? My wife and son are not talking. I'm calling Maple Shade. I just come from office. Yeah, Maple Shade. They're in the kitchen. They're in the bedroom too. And you? അവൻ പറഞ്ഞത് പ്രകാരം വീട്ടിൽ കയറിയപ്പോൾ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടതാണത്രേ. പോലീസ് സ്ഥലത്തെത്തി. അവിടെ കണ്ട കാഴ്ച കേട്ടവരെ പോലും വിറപ്പിച്ചതായിരുന്നു. ശശികലയുടെ മുഖത്തും കൈകളിലും പലതവണ കുത്തേറ്റിട്ടുണ്ട്. അതവൾ ആക്രമണത്തിനിടെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിന്റെ അടയാളങ്ങളായിരുന്നു. അവളായിരുന്നു ആദ്യ ഇര. പിന്നീട് മുഴുവൻ സംഭവവും കണ്ട കുഞ്ഞായ അനീഷ് ക്രൂരമായി കൊല്ലപ്പെട്ടു. പോലീസ് അന്വേഷണം തുടർന്നു. ആരാണ് ചെയ്തത്? എന്താണ് സംഭവിച്ചത്? എന്താണ് കാരണം? അന്ന് ആ സ്ഥലത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഇതൊക്കെ പരിശോധിക്കുന്നതിനിടെ ഒരു പ്രധാന വിവരം അവർ കണ്ടെത്തി. എന്നാൽ അത് തന്നെ അടുത്ത 8 വർഷത്തേക്ക് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുന്നത് തടഞ്ഞു. ഏപ്രിൽ മാസം 3 911 കോളിന്റെ റെക്കോർഡ് പുറത്തു വന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ വാർത്ത കേട്ട് നീതിക്കായി ആവശ്യപ്പെട്ടു. ഇത് ചെയ്തവൻ ആരാണ് എന്ന ചോദ്യമായിരുന്നു എല്ലായിടത്തും. പോലീസും ശക്തമായ അന്വേഷണം നടത്തി. പക്ഷേ ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ പിന്നെ വർഷങ്ങളായി മാറി. ഇനി എത്ര കാലമെന്ന് എല്ലാവരും ആലോചിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ശശികലയുടെ മാതാപിതാക്കൾ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയത്. അവർ അവരുടെ മകളുടെ ജീവിത കഥ ലോകത്തോട് പങ്കുവച്ചു. ഹനുമത് റാവു ആന്ധ്രാപ്രദേശിലെ പ്രസം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ളവനാണ്. ശശികല വിജയവാഡ സ്വദേശിനിയായിരുന്നു. 13 വർഷം മുൻപ് ഇവരുടെ വിവാഹം നടന്നു. പിന്നീട് അവർ അമേരിക്കയിലേക്ക് പോയി നല്ല ജീവിതം നയിക്കാൻ തുടങ്ങി. ആദ്യമെല്ലാം നന്നായി പോയി. പക്ഷെ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. 2012 അനീഷ് ജനിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം ഹനുമത് റാവു ദീപ എന്ന സ്ത്രീയുമായി ഒരു അവിഹിത ബന്ധം ആരംഭിച്ചു. ശശികലയുടെ മാതാപിതാക്കൾ പറയുന്ന അനുസരിച്ച് അവൾ വീട്ടിലെ പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അവൾ ഇന്ത്യയിലേക്ക് തിരികെ വരണമെന്ന് പലതവണ ആലോചിച്ചു. പക്ഷേ ഒരു കാരണത്താൽ അവൾ അവിടെ തന്നെ തുടരുകയായിരുന്നു. അത് അവളുടെ മകൾ അനീഷ്. അവൻ ബാല്യത്തിലെ വളരെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. ഒരു ദിവസം താൻ ഡോക്ടറാകുമെന്ന് അവൻ അമ്മയോട് പറഞ്ഞിരുന്നു. അതേസമയം ശശികലയുടെ വിവാഹ ജീവിതം പൂർണ്ണമായും നരകമായി മാറിയിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം 2012 മുതൽ ഹനുമത് റാവു തന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം പോലും നിർത്തി. റിപ്പോർട്ടുകൾ പ്രകാരം 2015 ശശികല സ്വന്തം നിലപാട് വ്യക്തമാക്കിയിരുന്നു. അവൾ തന്റെ ശമ്പളം ഉപയോഗിച്ച് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പക്ഷേ ശശികല ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത് പോലും ഹനുമത് റാവുവിന് ഇഷ്ടമില്ലായിരുന്നു എന്ന് അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു. ഇപ്പോ സംഭവം നടന്ന ദിവസത്തിലേക്ക് തിരികെ വരാം. മാർച്ച് 23 ഉച്ചയ്ക്ക് ശശികല തന്റെ മകനായ അനീഷിനെ സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് അവൾ പതിവ് പോലെ വീട്ടുജോലികൾ ചെയ്യാൻ തുടങ്ങി. അതേസമയം ആരോ വീട്ടിലേക്ക് കയറി. അവൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും ക്രൂരമായി കൊല്ലപ്പെട്ടു. ഇവിടെയാണ് ശശികലയുടെ മാതാപിതാക്കൾ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത്. ഈ കൊലപാതകം ചെയ്തത് അവരുടെ മരുമകൻ ഹനുമത് റാവു ആണെന്ന് അവർ വിശ്വസിച്ചു. അവർ പറഞ്ഞത് കഴിഞ്ഞ 2 വർഷമായി ഹനുമത് റാവു അവരുടെ മകളോട് മോശമായി പെരുമാറുകയായിരുന്നു. അതുപോലെ തന്നെ അവൻ ഒരു അന്യബന്ധത്തിലും ഏർപ്പെട്ടിരുന്നു. സംഭവത്തിന് ഏകദേശം 1 മാസം മുൻപ് അവർ ഹനുമത് റാവുവിനെ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഫോൺ എടുത്തില്ല. അപ്പോൾ അവരുടെ മകൾ പറഞ്ഞത് എല്ലാം കഴിഞ്ഞാൽ അവൻ നിങ്ങളെ വിളിക്കുമെന്ന്. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഹനുമത് റാവു വിളിച്ചു. പക്ഷെ പറഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രം,
നിങ്ങളുടെ മകളും കൊച്ചുമകനും മരിച്ചുവെന്ന്. അതിനുശേഷം ഫോൺ കട്ട് ചെയ്തു. അതാണ് അവർ അവനോട് അവസാനമായി സംസാരിച്ച സമയം. റെഡിറ്റ് എന്ന ട്രൂ ക്രൈം കമ്മ്യൂണിറ്റിയിലെ വിവരങ്ങൾ പ്രകാരം അയൽവാസികളും ഈ ദമ്പതികൾക്കിടയിൽ സ്ഥിരമായി തർക്കങ്ങൾ ഉണ്ടാകുന്നുവെന്നത് സ്ഥിരീകരിച്ചു. കൂടാതെ ഹനുമത് റാവു ശശികലയോട് വളരെ മോശമായി പെരുമാറിയിരുന്നുവെന്നും അയൽവാസികൾ പറഞ്ഞു. ഇതിനൊപ്പം ശശികല സ്വന്തം സഹോദരൻ അയച്ച ഇമെയിലുകളും പുറത്തു വന്നു. അതിൽ ഭർത്താവിന്റെ അന്യബന്ധത്തെക്കുറിച്ചും അവൾ വിശദമായി പറഞ്ഞിരുന്നു. പിന്നീട് ഇന്ത്യൻ മീഡിയയും ഈ ഇമെയിലുകൾ ഉപയോഗിച്ച് കേസ് റിപ്പോർട്ട് ചെയ്തു. ഹനുമത് റാവു ആ കുടുംബത്തെ വിളിച്ച് മകളും കൊച്ചുമകനും മരിച്ചു, അതിനുശേഷം ഒന്നും പറയാതെ കോൾ കട്ട് ചെയ്തതിനെ കുറിച്ച് കേട്ടപ്പോൾ എല്ലാവർക്കും സംശയം തോന്നാൻ തുടങ്ങി. ഡിറ്റക്ടീവ്സും ഇതിനെ സാധ്യമായ ഒരു പ്രേരണയായി തന്നെ കാണാൻ തുടങ്ങി. പോലീസ് ഇതെല്ലാം ശരിയാണോ എന്നറിയാൻ തെളിവുകൾ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ അതിനിടെ ഒരു പുതിയ വിവരം പുറത്തു വന്നു. അന്വേഷണത്തിൽ മറ്റൊരു വിവരം പുറത്തു വന്നത് ഹനുമത് റാവു മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലായിരുന്നു. പക്ഷേ സംഭവ സമയത്ത് അവൻ തന്റെ കമ്പനി പാർട്ടിയിൽ സഹപ്രവർത്തകരോടൊപ്പമായിരുന്നു എന്ന്. ഇത് കേസ് കൂടുതൽ സങ്കീർണമാക്കി. അതിനുശേഷം ശശികലയ്ക്കും മകനായ അനീഷിനു വേണ്ടി 2017 മാർച്ചിൽ ഇന്ത്യയിൽ വെച്ച് ശവസംസ്കാരം നിശ്ചയിച്ചു. ഈ സംഭവത്തെ തുടർച്ചയായി പിന്തുടരുന്ന ആളുകളും വാർത്താ സ്ഥാപനങ്ങളും ഹനുമത് റാവു ഈ ചടങ്ങിലെത്തുമെന്ന് പ്രതീക്ഷിച്ചു. കഴിഞ്ഞ 12 വർഷമായി കൂടെയുണ്ടായിരുന്ന കുടുംബത്തോട് അവസാനമായി വിട പറയാൻ. പക്ഷെ അവൻ വന്നില്ല. ഈ അവസാന ചടങ്ങ് പോലും അവൻ ഒഴിവാക്കി. ഇതോടെ ആളുകൾക്കിടയിൽ പുതിയ സംശയങ്ങളും ഗൂഢാലോചനകളും ഉയർന്നു. അതുവരെയും ഈ വാർത്ത അത്ര വ്യാപകമായി പ്രചരിച്ചിരുന്നു. ന്യൂ ഇന്ത്യ എക്സ്പ്രസ് വരെ റിപ്പോർട്ട് ചെയ്തത് ന്യൂജേഴ്സി പോലീസ് തന്നെ ഹനുമത് റാവുവിനെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടഞ്ഞിരിക്കാം എന്നാണ്. അതും ഒരു തരത്തിൽ സാധ്യമായ ഒരു നിഗമനമായിരുന്നു. എന്നാൽ പിന്നീട് ബർലിംഗ്ടൺ കൗണ്ടി പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നും വന്ന വിവരമനുസരിച്ച് ഹനുമത് റാവുവിനെ യാത്ര ചെയ്യുന്നതിൽ നിന്നും അവർ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല. അത് മുഴുവനും അവന്റെ സ്വന്തം തീരുമാനമായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചത്? ഒരു പുരുഷൻ ഒരു അന്യബന്ധത്തിലായിരുന്നു. ഭാര്യയും മകനും നഷ്ടപ്പെട്ടു. വീട്ടിലെത്തി 911 കോൾ വിളിച്ചു. ആദ്യം കരഞ്ഞും അലറിയുമൊക്കെ സംസാരിച്ചു. പക്ഷെ പെട്ടെന്ന് ശാന്തനായി. എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഭാര്യയുടെ മാതാപിതാക്കളെ വിളിച്ച് മരണവാർത്ത അറിയിച്ചു. പക്ഷെ ശവസംസ്കാരത്തിൽ പോലും പങ്കെടുത്തില്ല. ഇതൊക്കെ കേട്ടപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായതുപോലെ തോന്നി. ലോകമെമ്പാടുമുള്ള ആളുകൾ അവനെ കുറ്റക്കാരനെ കാണാൻ തുടങ്ങി. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് പലരും വിധി പറയാൻ തുടങ്ങി. പലരും തുറന്നു പറഞ്ഞു ഇത് ചെയ്തത് അവനാണ് എന്ന്. ഇതിന് കാരണം ഉണ്ടായിരുന്നു. അവിടെ ശക്തമായ ഒരു പ്രേരണയുണ്ട്. ഭാര്യയെ ജീവിതത്തിൽ നിന്നും നീക്കുക, പിന്നെ തന്റെ അന്യബന്ധം ഒരു തുറന്ന ബന്ധമാക്കുക. ഇതൊക്കെ മാത്രമല്ല, റിപ്പോർട്ടുകൾ പ്രകാരം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം 2023 ഹനുമത് റാവുവിന് ശശികലയുടെ സ്വത്തും ലൈഫ് ഇൻഷുറൻസും ഉൾപ്പെടെ ഏകദേശം $1 മില്യൺ ലഭിച്ചു. പൊതുരേഖകൾ പ്രകാരം $1.4 മില്യൺ വരുന്ന സ്വത്തിൽ 70% അവന് ലഭിച്ചു. ശേഷിച്ചത് ശശികലയുടെ അമ്മയ്ക്ക് ഇന്ത്യയിൽ ലഭിച്ചു. ഇപ്പോ ഹനുമത് റാവു കൊളറാഡോയിൽ താമസിക്കുകയാണ്. അവൻ വീണ്ടും വിവാഹം ചെയ്തു, പുതിയ ജീവിതം ആരംഭിച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. ഇത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഒരു സംശയം തോന്നി. അവൻ സ്വാതന്ത്ര്യം നേടാൻ കാത്തിരുന്നത് പോലെയാണ് ഇതൊക്കെ എന്ന്. ഇപ്പൊ നിങ്ങൾക്കും ഒരു സംശയം ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവൻ ഇപ്പോഴും ഒരു കൊലയാളിയല്ല. ഈ കഥ ഇപ്പൊ വീണ്ടും തുടക്കത്തിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ഇതിനിടെ ജസ്റ്റിസ് ഫോർ ശശികല എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി. CBS ഫിലഡൽഫിയ, ന്യൂസ് 7 തമിഴ്, NDTV, ഇന്ത്യ ടുഡേ പോലുള്ള വലിയ വാർത്താ മാധ്യമങ്ങൾ ഈ കേസ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ഒരു നിർണായക പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നു. സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ രക്തത്തിന്റെ ഒരു തുള്ളി ആ കുടുംബത്തിലെ ആരുടേതുമല്ലായിരുന്നു. ഒരു തുള്ളി രക്തം. പക്ഷെ അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ തെളിവായി മാറിയത്. ആ രക്ത സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ഫലം വന്നപ്പോൾ അതൊരു സെൻട്രൽ ഏഷ്യൻ വംശജനായ ഒരാളുടേതാണെന്ന് കണ്ടെത്തി. അപ്പോൾ ചോദ്യം, അത് ഹനുമത് റാവു അല്ലെങ്കിൽ പിന്നെ ആരാണ്? വർഷങ്ങളെടുത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു വ്യക്തിയെ സംശയിക്കാൻ തുടങ്ങിയത്. നസീർ ഹമീദ് എന്ന 38-കാരൻ. അവൻ അതേ അപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു താമസം. കൂടാതെ ഹനുമത് റാവുവിനൊപ്പം കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷനിൽ അവൻ ജോലി ചെയ്തിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം അവൻ ഹനുമത് റാവുവിനെ കുറെ നാളായി പിന്തുടരുന്നുവെന്നാണ് സംശയം. കൊലപാതകത്തിന് ശേഷം അവൻ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങി. അവിടെ വീണ്ടും അതേ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ സാധാരണ ജീവിതം തുടരുകയായിരുന്നു. ഇതൊക്കെ ആദ്യം ഒരു സംശയം മാത്രമായിരുന്നു. പക്ഷേ ഇതൊരു ലീഡായി മാറാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് വിശ്വസിച്ച അന്വേഷണ സംഘം നസീർ ഹമീദിനോട് DNA സാമ്പിൾ ആവശ്യപ്പെട്ടു. പക്ഷെ അവനത് നൽകാൻ നിരസിച്ചു. 2020 ഒക്ടോബറിൽ ഇന്ത്യൻ അധികാരികൾ ന്യൂജേഴ്സി പോലീസിനെ അറിയിച്ചു നസീർ DNA നൽകാൻ തയ്യാറല്ല എന്ന്. ഇതോടെ അന്വേഷണം കൂടുതൽ ശക്തമായി. 2023 ഈ കേസ് വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നു.
ഇത് ലോകമെമ്പാടുമുള്ള ആളുകളിൽ വലിയ ദേഷ്യമുണ്ടാക്കി. ഇത്തരത്തിലുള്ള ഒരാളെ ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിച്ചതിന് ഇന്ത്യൻ സർക്കാരിനെ പലരും വിമർശിച്ചു. ബർലിംഗ്ടൺ കൗണ്ടി പ്രോസിക്യൂട്ടർ ഓഫീസിലെ അന്വേഷണ മേധാവിയായ പാട്രിക് ടെൻഡർ പോലും പറഞ്ഞു, ഒരു 6 വയസ്സുകാരനെയും അവന്റെ അമ്മയെയും കൊന്ന ഒരു ക്രൂര കൊലയാളിയെ ഇന്ത്യ സംരക്ഷിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന്. ഈ പ്രതികരണങ്ങൾ സർക്കാരിന്മേൽ വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചു ഈ കേസിൽ നീതി നടപ്പിലാക്കാൻ. അവസ്ഥ അത്രയും ഗുരുതരമായി മാറിയപ്പോൾ FBI ഒരു പ്രഖ്യാപനം നടത്തി. നസീർ ഹമീദിനെ പിടികൂടാനും ശിക്ഷിക്കാനോ സഹായിക്കുന്ന വിവരങ്ങൾക്ക് $50,000 വരെ പാരിതോഷികം നൽകുമെന്ന്. നസീർ ഹമീദ് ഇന്ത്യയിൽ തന്നെയുണ്ടെന്നാണ് അപ്പോഴും റിപ്പോർട്ട്. people.com റിപ്പോർട്ട് പ്രകാരം 2023 സമർപ്പിച്ച ഒരു നിയമസഹായ അഭ്യർത്ഥന ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടെങ്കിലും അത് നടപ്പിലാക്കിയില്ല. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തി. ഒരു കുറ്റവുമില്ലെങ്കിൽ എന്തിനൊരാൾ ഓടിപ്പോകണം? ഈ സംശയം ശക്തമായി. അതിനാൽ അവർ നസീർ ഹമീദിന്റെ DNA ലഭിക്കാൻ ശക്തമായി ശ്രമിച്ചു. 2024 ഒരു കോടതി ഉത്തരവും നേടി. കൂടാതെ കോഗ്നിസന്റ് കമ്പനിയുടെ സഹായവും തേടി. അവസാനം FBI രംഗത്ത്. നസീർ ഉപയോഗിച്ചിരുന്ന കമ്പനിയുടെ ലാപ്ടോപ്പ് അവർ പിടിച്ചെടുത്തു. തുടർന്ന് അതിനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഫലം വന്നപ്പോൾ എല്ലാം വ്യക്തമായി. സംഭവ സ്ഥലത്ത് കണ്ടെത്തിയ ആ ഒരു രക്തത്തുള്ളിയുടെ DNA നസീർ ഹമീദിൻ്റെതുമായി പൂർണ്ണമായും പൊരുത്തപ്പെട്ടു. അതായത് കൊലപാതക സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പായി. അവന്റെ പ്രവർത്തനത്തിന് വ്യക്തമായ കാരണമൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ ന്യൂജേഴ്സിയിൽ കൊലപാതക കേസിൽ ശിക്ഷിക്കാൻ ഒരു പ്രത്യേക മോട്ടീവ് ഒന്നും നിർബന്ധമല്ല എന്നാണ് നിയമം പറയുന്നത്. നസീർ ഹമീദ് ശശികലയുടെ വീട്ടിലേക്ക് പോയി. അവളെയും മകനെയും ക്രൂരമായി കൊന്നു. 8 വർഷത്തിന് ശേഷം അവന്റെ കർമ്മഫലം അവനെ തേടിയെത്തി. അതേ പ്രദേശത്ത് താമസിച്ച ആളുകൾ വലിയ ആശ്വാസം പ്രകടിപ്പിച്ചു. ഇങ്ങനെ ഒരാൾ പിടിക്കപ്പെട്ടത് ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്നവർ പറഞ്ഞു. പക്ഷെ ഇതോടെ കഥ തീർന്നോ? ഇല്ല. ഇനിയും ചില തിയറികളുണ്ട്. റെഡിറ്റ് ഉപഭോക്താക്കളുടെ അഭിപ്രായത്തിൽ ഹനുമത് റാവു ആണ് നസീർ ഹമീദിനെ ഉപയോഗിച്ച് സ്വന്തം കുടുംബത്തെ കൊലപ്പെടുത്തിയതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. കാരണം അവനും പിന്നീട് മറ്റൊരു രാജ്യത്തേക്ക് മാറി, സ്വത്തും ലഭിച്ചു, ഇൻഷുറൻസ് ലഭിച്ചു. ഇപ്പോൾ കൊളറാഡോയിൽ സന്തോഷമായി ജീവിക്കുന്നു മറ്റൊരു ഭാര്യയോടൊപ്പം. പക്ഷേ ഈ തിയറിക്ക് തെളിവുകളൊന്നുമില്ല. മറ്റൊരു അഭിപ്രായം, നസീർ ഒരു പ്രൊഫഷണൽ കൊലയാളി അല്ലാത്തത് കൊണ്ടാണ് ഈ കൊലപാതകം ഇത്രയും ക്രൂരമായതെന്നാണ് ചിലർ പറയുന്നത്. ഇതിനൊപ്പം ചിലർ ഇതൊരു വ്യക്തിപരമായ വൈരാഗ്യമായിരിക്കാം. ഹനുമത് റാവുവിനോടുണ്ടായ പ്രശ്നം ഭാര്യയും മകനെയും ലക്ഷ്യമാക്കി തീർത്തതാകാമെന്നും പറയുന്നു. അപ്പോൾ സത്യം എന്താണ് എന്ന് ഇന്നും അറിയില്ല. പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടാതെ ഇന്നും തുടരുകയാണ്. ഈ കേസ് ഇത്രയും അറിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക. ശശികലയും മകനെയും കൊന്നത് സത്യത്തിൽ ഹനുമത് റാവു തന്നെയാണോ? അല്ലെങ്കിൽ നസീർ ഹമീദ് എന്തെങ്കിലും വൈരാഗ്യത്തിൽ അത് ചെയ്തതായിരിക്കുമോ? ഇനി അതല്ല എങ്കിൽ ഹനുമത് റാവു തന്നെ നസീറിനെ വാടകയ്ക്കെടുത്ത് ഇങ്ങനൊരു കൊലപാതകം ചെയ്തതായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസ് അന്വേഷണത്തെക്കുറിച്ച് പറയാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.